ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് ഇതുപോലുള്ള പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമ്മളാരും കഴിക്കൂലല്ലേ. എനിക്കൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ പഴുത്ത പഴം. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പഴം കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ലോണം പഴുത്തുമ്പോൾ മക്കൾക്ക് ആർക്ക് കൊടുത്താലും അവർക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ, ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ വെറുതെ അത് കേടെന്ന് പോവല്ലേ കാരണം. അപ്പോൾ അതുകൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. ഉമ്മ പറഞ്ഞു ആദ്യം ആ പഴം വേവിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് പൊടി ഇട്ടിക്കാണ്ട് ശർക്കര പാനിയും കുറച്ച് മധുരത്തിന്, കാരണം പൊടി ഇടുമ്പോൾ മധുരം കുറച്ച് കുറയുമല്ലോ. ഒരു മധുര പലഹാരമാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിക്കാണ്ട് ഉരുളാക്കി എടുക്കാൻ, പിന്നെ നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊരു ഇൻട്രോ ഇങ്ങനെ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇനി ചിലപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് നേരമൊന്നുമില്ലെങ്കിലോ വിചാരിച്ചിട്ട് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർക്ക് പാർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി രാവിലെ നെയ്യപ്പായിരുന്നു കേട്ടോ. രാവിലെ അപ്പം ചുട്ടപ്പോൾ നെയ്യപ്പാക്കി ചുട്ടീനി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വേവിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത ഇതിലേക്കാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം. അമൃതം പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് അരിപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഇതിൽ പൂവട ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്കിഷ്ടം അരിപ്പൊടിയായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഗോതമ്പ് പൊടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് പൊരിച്ചെടുക്കാനുണ്ടോ, പൊരിച്ചെടുക്കണ പൂവടയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഫ്ലേവറും ഓരോ ഇഷ്ടങ്ങളും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി പൊടിയൊക്കെ ഇട്ടിക്കാണ്ട് ഇനി നമ്മൾ നല്ലോണം കുഴച്ചെടുക്കാനുണ്ടോ. കുറച്ച് ആദ്യം വെള്ളമൊന്നും കൂട്ടൂല കേട്ടോ. ഇതിക്ക് വെള്ളം കൂട്ടാതെ നമ്മൾ നല്ലോണം കുഴച്ച് എടുക്കണം. പിന്നെ നമ്മൾ ഓരോ ചിലർക്ക് അപ്പം പോലെ വേണമെങ്കിൽ കയ്യിൽ ഉരുട്ടിക്കാണ്ട് അപ്പം പോലെ വേണമെങ്കിൽ ആക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിൽക്കണം. ഞാനിവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഉരുളകളാണ് കേട്ടോ ആക്കണത്. ഞാനിത് രാവിലെ കേട്ടോ വോയിസ് ഓവർ കൊടുക്കണത്, നേരത്തെ കൊടുത്ത വോയിസ് ഓവർ. അപ്പം കുട്ടി ചിലപ്പോൾ കുട്ടിക്ക് ചായ കൊടുക്കുക എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നീച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും പൊടി കുറവ് തോന്നിയപ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ എടുക്കണ പഴത്തിനനുസരിച്ചിട്ട്, കാരണം നമ്മൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെയും പൊടിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം തേങ്ങ ഇട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ അടുത്ത് തോനെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും അതേപോലെ നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉരുളാക്കിയിട്ട് ഇങ്ങനെ മേലെയും വെച്ചെടുക്കുക. അത് പല ഐറ്റത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിലായിട്ട് ഉണ്ടാക്കുന്നത്. കുറേ സമയം നമുക്ക് ഇതാക്കാനും വയ്യ എഴുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പൂവട പോലെയൊക്കെ നമുക്ക് ഒരു ഷേപ്പ് ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ആക്കിയിട്ട് ചക്കര വരണ്ടിക്കാണ്ട് തേങ്ങ ശർക്കര ആക്കിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ പല ഐറ്റംസിലും ഇത് ഉണ്ടാക്കുക കേട്ടോ. അതേമാതിരി പൊരിച്ചെടുക്കണമെങ്കിൽ പൊരിച്ചെടുക്കുക. ഞാനിത് ഇവിടെ ആർക്കും അങ്ങനെ പൊരിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ പിന്നെ ഓൽക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരമുള്ള ചേർത്തിട്ട്, അതേപോലെ തന്നെ ഇത് എണ്ണേണ്ടത് മാക്സിമം ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആവിക്കിട്ട് വേവിച്ചെടുത്തൊരു പലഹാരമാണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉരുളാക്കി അങ്ങനെ ഒരു ലഡു മാതിരി ഉണ്ടാക്കുക കേട്ടോ.
നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനത്തെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിലും ആരും അങ്ങനെ കഴിക്കൂലല്ലോ, ആർക്കും വലിയൊരു മനസ്സുണ്ടാവില്ല കഴിക്കാൻ. പിന്നെയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെയും കഴിക്കൂലേ. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ലോണം പഴംപൊരി എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി കറക്കണ്ട, ഉമ്മ പറഞ്ഞ റെസിപ്പി കേട്ടത്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഉരുളാക്കി എടുത്തേക്കാണ്. ഉമ്മ മറ്റേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നമ്മൾ പത്തിരിക്കൊക്കെ ആക്കുമ്പോൾ വട്ടുണ്ടാക്കില്ല, അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഇങ്ങനെ അടച്ചൊക്കെ നമ്മൾ പൂവട ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാനായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയായിട്ടാണ് ചെയ്തത്. അതിൻ്റെ മേലെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് ആവിക്കിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒഴിവിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കട്ടോ. അപ്പം പിന്നെ ഞാൻ 2 മുസമ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ പിന്നെ പണീൻ്റെ ഇടയിൽ കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കുന്ന രസമാണല്ലോ. അപ്പോൾ പിന്നെ 2 മുസമ്പി ഉള്ളത് ഞാൻ അങ്ങനെ തിന്നായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഫസ്റ്റൊക്കെ എടുക്കാൻ കൊണ്ട് എങ്ങനെ കറക്റ്റ് ആവുണ്ടോ ഇല്ലയെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അതാ പിന്നെ ഞാൻ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തിട്ട് പിന്നെ അത് ഒഴിവാക്കണ്ടേ വിചാരിച്ചുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ അതാട്ടോ ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ സെറ്റായി വരണം. ഇപ്പോൾ കുറേ പരിമിതികളും കുറേ സംഭവങ്ങളുണ്ട് നമ്മളെ വീഡിയോക്ക്, നമുക്ക് തന്നെ മനസ്സിലാകണ്ടേ. ക്ലാരിറ്റീൻ്റെയൊക്കെ നല്ല കമ്മിയുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് പറയുക. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോ എടുക്കണം, വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഡിലീറ്റ് ആക്കുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് അങ്ങനെ ഡിലീറ്റ് ആക്കി കളഞ്ഞിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഓരോ പണികളെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഫോണൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ആക്കുക അറിയുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെ കേട്ടോ. അതിൽ പിന്നെ അതാണ് ഞാൻ പിന്നെ അതൊക്കെ ആഡ് ആക്കിയത്. പക്ഷെ അത് എത്രമാത്രം എത്രമാത്രം നല്ലതാവും എന്നൊക്കെ അറിയില്ല. എന്നാലും ഞാനത് വീഡിയോയിൽ ഇട്ടു കേട്ടോ. വെറുതെ നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് ഡിലീറ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിത് ആവിക്ക് വേവിച്ചെടുത്തിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ഇത് പെട്ടെന്നാവും, കുറേ ടൈമൊന്നും എടുക്കണില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ.